ഇല്ല, അങ്ങനെ ഈ വാർത്തകളെല്ലാം തെറ്റാണ്. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല. ഒരു നഗരസഭാ കൗൺസിലറും ആരെയും അട്ടിമറിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല ഇത്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ഉദ്ദേശം പറയും. ഇല്ല, ഞാൻ അതല്ല അത്രയല്ലേ പറയാൻ പറ്റില്ല. അത് പറയില്ല. പേരുകൾ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെ കുറിച്ച് പാവം അവർ ഒരു നന്നായി പ്രവർത്തിച്ചാണ് അവിടെ. ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും വലിച്ചെടുക്കണ്ട. എന്ത് പറയുമ്പോഴും നിങ്ങൾ നോക്കൂ, അതെന്നെ ഇനി ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? ശരി, അതും പരിശോധിക്കും. അവർക്ക് അങ്ങനെ പറയാൻ അധികാരമുണ്ടോ? അവരെങ്ങനെയാണ് പറഞ്ഞതെന്ന് ഞാൻ പരിശോധിക്കും. ഞങ്ങൾ പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. ശരി, എല്ലാം ഞാൻ പറഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പറ്റുക? എല്ലാം പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലേ? പറയട്ടെ പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും. പാർട്ടിക്കകത്ത് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും പരിശോധിക്കാം. അയ്യോ, പാർട്ടിക്കുള്ളിലല്ല. ഇനി അത് നിങ്ങൾ വാർത്തയാക്കണ്ട. അത് നിങ്ങൾ കണ്ടില്ലേ? കോൺഗ്രസ് അനുകൂലികളല്ലേ? ഷാജൻക്കറിയാം. അയാൾ എന്താണ് പിന്നെ? അവനല്ലേ ഇപ്പൊ ഞങ്ങളെ പാർട്ടിയിൽ എന്റെ രാജ്യം ആവശ്യപ്പെടുന്നത്? അല്ല അതല്ല ഇപ്പൊ രാജ്യം ആവശ്യപ്പെടുന്ന അവരെ 3 പേരാണ് രാജ്യം ആവശ്യപ്പെട്ടത്. മുരളീധരൻ പ്രസിഡന്റായ കാലത്ത് പോലും ഈ തരത്തിലുള്ള അക്രമം തോൽവികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സുരേന്ദ്രന്റെ പാർട്ടിയിലുള്ള പാർട്ടിയിലാരില്ല, ഒരാളുമില്ല. നിലവിൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ കടന്നാക്രമിക്കുന്നു. പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് എന്നെ കടന്നാക്രമിച്ചിട്ടില്ല. അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവില്ല. തയ്യാറാവുന്നവരെ കുറിച്ച് നിങ്ങൾ ഒരാളും ആക്രമിക്കില്ല. ഏതാക്രമിക്കും? എന്നെ ആരാക്രമിക്കും? ഒരു രംഗത്തും വരില്ല. എനിക്കെതിരെ അല്ലെന്ന് വെറുതെ നിങ്ങൾ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാം പരിശോധിക്കുന്നുണ്ട്. വീണ്ടും ഓരോ ചോദിക്കാം. ശരി, ഈ വിഷയത്തിൽ ഇനി എന്താ ചോദിക്കാനാണ്? നിങ്ങൾ എന്താണ് ഈ അത് കിട്ടിയില്ലെന്ന് സതീശൻ പറഞ്ഞില്ലല്ലോ. കിട്ടിയെന്ന് തന്നെയല്ലേ പറഞ്ഞത്. കിട്ടിയെന്ന് മാത്രമാണോ? ആഹ്ലാദപ്പെടാൻ ആരാ നടത്തിയത്? ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്.